പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ, വിശ്വാസികളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നെയും നിങ്ങളെയും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ വളരെ ഓമനത്വത്തോടുകൂടി നമ്മൾ മക്കളൊക്കെ പുന്നാരത്തോടു കൂടി വിളിക്കുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ പറഞ്ഞ കാര്യങ്ങൾ പലതും ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കണേ എന്ന്. ഖുർആനിൽ ഒരിടത്തൊന്നുമല്ല, ഒരുപാട് ഇടങ്ങളിൽ. ഈ കാര്യത്തിലൊന്നും മുസ്ലിം ലോകത്ത് ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. നിരന്തരമായി നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഖുർആൻ ഉപയോഗിച്ച പദം ജിഹാദ് എന്നതാണ്. ജിഹാദ് എന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട, അല്ലെങ്കിൽ വളരെ ബോധപൂർവം അതിനെ മലിനമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അത്രമേൽ പരിശുദ്ധമായ ഒരു പദത്തെ എത്ര വികലമായിട്ടാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നതിന് വേണ്ടി പല മത പുരോഹിതന്മാരും ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, ഏതായാലും ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും ജിഹാദ് എന്ന് പറയുന്ന ഉദാത്തമായ പവിത്രമായ ഒരു കർമ്മത്തിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് ഒളിച്ചോടുക നമുക്കാർക്കും സാധ്യമല്ല. അത്രമേൽ പവിത്രമായ പുണ്യമുള്ള ഒന്നാണ് ജിഹാദ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ അതിൻ്റെ 15-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾ, അല്ലദീന, ഇവരാണ്. വിശ്വാസം പറയുന്ന പലരും ഉണ്ടാകും. നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല വിശ്വാസം. പക്ഷെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുന്നവർ ഈ പറയാൻ പോകുന്നവരാണ്. ആരാണവർ? അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അവർ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചു. സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഉണ്ടാകുമോ? ഇതിങ്ങനെ സംഭവിക്കുമോ? ഈ പരലോകമൊക്കെ ശരി തന്നെയാണോ? അങ്ങനെ ഒരു ചാഞ്ചാട്ടം അവർക്കില്ല. കൃത്യമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, ചാഞ്ചാട്ടമില്ലാത്ത അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊള്ളുകയും, എന്നിട്ടോ തീർന്നില്ല, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, എന്നിട്ട് അവർ അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരന്തരമായി ജിഹാദിൽ ഏർപ്പെട്ടവരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് ജിഹാദ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധർ എന്നുകൂടിയാണ് ആ ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ വിശ്വാസമുണ്ടല്ലോ, വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തിയവർ ആരാണ്? തൻ്റെ വിശ്വാസത്തിൽ ലവലേശം ചാഞ്ചാട്ടമില്ലാതിരിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ നിരന്തരമായി സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇനി ആർക്കും സംശയം ഉണ്ടാകില്ലല്ലോ? ഇല്ല. എന്നിട്ട് എന്താണ് ഈ ജിഹാദ്? വാളെടുക്കലാണോ ജിഹാദ്? ബോംബ് പൊട്ടിക്കലാണോ ജിഹാദ്? വാളെടുക്കലാണ് ജിഹാദെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒരു യുദ്ധം അക്കാലഘട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന, എന്നാൽ ക്രമേണ ഇസ്ലാം കുറച്ചു കൊണ്ടുവന്ന ചില അനിവാര്യ ഘട്ടങ്ങളിൽ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മാത്രമല്ല, കഴിഞ്ഞു പോയ മതങ്ങളും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് പോരാട്ടങ്ങൾ കാണാൻ കഴിയും. ഒരു യുദ്ധം, ഒരു പോരാട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശരീരമാസകലം മുറിവേറ്റിട്ടുള്ള അവിടുത്തെ അനുചരന്മാരോട്, സഹാബ കിറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ റജഅന മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ.
നമ്മളൊരു ചെറിയ ജിഹാദ് കഴിഞ്ഞിട്ട് വലിയ ജിഹാദിലേക്കാണ് മടങ്ങുന്നത് കേട്ടോ. അവർ തരിച്ചുപോയി. എന്ത്, ഇതിലും വലിയ ജിഹാദോ? അതെന്താണ് നബിയെ ഇതിലും ഏറ്റവും വലിയ ജിഹാദ്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചത് അക്ബറുൽ ജിഹാദി ജിഹാദുൻ നഫ്സ്. ഏറ്റവും വലിയ ജിഹാദ് ഒരാൾ അവന്റെ മനസ്സിനോട് നടത്തുന്ന പോരാട്ടമാണ്. മനസ്സിനെ കത്തിയെടുത്ത് കുത്തലാണോ, കഠാര ഇറക്കലാണോ? തന്റെ ഇച്ഛകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ജിഹാദ്. അതാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് നടത്തണം എന്ന് പറഞ്ഞാൽ ഖുർആൻ വാളല്ലല്ലോ, ഖുർആൻ ബോംബല്ലല്ലോ, ഖുർആൻ AK-47 അല്ലല്ലോ, ഖുർആൻ ഒരു ഗ്രന്ഥമല്ലേ. ആ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് എപ്രകാരമായിരിക്കും? അപ്പൊ ജിഹാദി എന്ന് പറയുന്ന മാത്രമല്ല യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ പരമാവധി യുദ്ധം ചെയ്യരുത്. ലാ തതമന്നൗ ലിഖാഅൽ അദുവ്വി, ശത്രുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നിങ്ങൾ കൊതിക്കരുത്, ആഗ്രഹിക്കരുത്, പൂതി വെക്കരുത്. അങ്ങാനം അത്തരം ഒരു സാഹചര്യം നീതിക്കും ധർമ്മത്തിനു വേണ്ടി ചെയ്യേണ്ടി വന്നാലോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് നമ്മളൊന്ന് വായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിലുള്ള ജിഹാദിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞു, അതിന്റെ ന്യായം പറഞ്ഞു. വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅലഹും ബിബഅലിൻ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ചില കൂട്ടരെ മറ്റൊരു ചില വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണേ, ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദുൻ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ്, അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത്, തീർച്ചയായും ഈ സമൂഹത്തിൽ തകർക്കപ്പെടുമായിരുന്നു. സവാമ്യ, ക്ഷേത്രം തകർക്കപ്പെടാൻ പാടില്ല. ഇസ്ലാം വല്ല യുദ്ധവും ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രങ്ങളുടെ കൂടി സംരക്ഷണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 41, 42, 40, 41 ആയത്തുകൾ വായിക്കൂ. ലഹുദ്ദിമത്ത് സവാമിഉ, ക്ഷേത്രങ്ങൾ, മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വബിയഉൻ, ചർച്ചുകൾ, ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു. വസലവാത്തുൻ, സനഗോഗുകൾ അഥവാ ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വമസാജിദു, മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു. ഇതൊന്നും തകർക്കപ്പെട്ടുകൂടാ. അപ്പൊ ഇതിന്റെ ഒക്കെ സംരക്ഷണമാണ് പരിശുദ്ധ ഇസ്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യം വരുമ്പോൾ അത് സകലമാന മനുഷ്യരുടെയും ആരാധനാപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്കപ്പുറം ഇത് ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പെട്ടതുകൊണ്ട് വിശ്വാസികൾ പറയുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഇന്ന് നമുക്ക് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് വെട്ടേറ്റ് രക്തസാക്ഷിയായത്. അദ്ദേഹത്തിന്റെ രക്തത്തുള്ളികൾ വീണ ഖുർആനിന്റെ കോപ്പി നേരിട്ട് കാണണോ? നമുക്കൊന്നിച്ചു പോകാം. ആ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുക. ആ ഖുർആനിൽ സൂറത്ത് ഹജ്ജിൽ ഈ ആയത്ത് കാണാൻ കഴിയും. ലോകത്തിലെ എല്ലാ ഖുർആനിലും കാണാൻ കഴിയും. അത്രമേൽ വ്യക്തമാണ് ഇസ്ലാമിന്റെ മാനവികതയും സ്വാതന്ത്ര്യവും സമത്വവും മതസൗഹാർദ്ദവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരമായി നമ്മുടെ നഫ്സിനെതിരെയുള്ള പോരാട്ടം മുതൽ എല്ലാവിധ അനീതികൾക്കെതിരെയുമുള്ള നിരന്തരമായ സമരം. ഖുർആനിലൊരു ചോദ്യമുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്നും പേരുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെയും നിങ്ങളുടെയും നെഞ്ചിൽ തറക്കണം ഈ ചോദ്യം. അല്ലാഹു ചോദിക്കുന്നത് എന്താണെന്നറിയോ? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ والبلدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا.
നിസാ സൂറത്ത് മറിക്കുക 4-ാം അധ്യായം 75-ാമത്തെ ആയത്ത് അള്ളാഹ് ചോദിക്കുക, വമാലക്കും, വിശ്വാസികളെ നിങ്ങൾക്ക് എന്തു പറ്റി? എന്താ പറ്റിയത് നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട്? ശേഷമുള്ള കാര്യത്തിന് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? അങ്ങനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടാൻ മാത്രം എന്താണ് കൂട്ടരെ, വിശ്വാസി സമൂഹങ്ങളെ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ദൈവത്തിന്റെ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് പോരാട്ട ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിക്കുന്നില്ല? അങ്ങനെ ഇറങ്ങാതിരിക്കാൻ മാത്രം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആർക്ക് വേണ്ടി? ദുർബലരായ പുരുഷന്മാർക്ക് വേണ്ടി. എത്രയോ പുരുഷന്മാർ തീർന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. ആരാണവർ? അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ നിലവിളിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ നാഥ, അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ, അല്ലാഹുവേ, അക്രമികൾ അഴിഞ്ഞാടുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന്. അല്ലേ? SIR-ന്റെ പേരില്, പൗരത്വത്തിന്റെ പേരില് പല വീടുകളിലും ബുൾഡോസറുകൾ വന്നുകൊണ്ട് പാവങ്ങളുടെ കൂരകൾ ഇടിച്ച് തകർക്കുമ്പോൾ നമ്മളത് അറിയുന്നില്ല, അതിന്റെ വേദന നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇന്നലെ വരെ ഒരു കുടിലിൽ താമസിച്ച 100 ആയിരക്കണക്കിന് കുടുംബങ്ങൾ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവരെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തുമ്പോ അത്തരം ആളുകൾ നിലവിളിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കാൻ, ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ, ഞങ്ങളുടെ ഒന്ന് കൈത്താങ്ങാവാൻ. ആരുണ്ട് റബ്ബേ എന്ന് നിലവിളിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതിരിക്കാൻ, പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട് വിശ്വാസികളെ? അതുകൊണ്ട് നിർബന്ധമാണ്, ഫർള് ഐനാണ്. വെള്ളക്കാര്, ബ്രിട്ടീഷുകാര്, അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ അക്കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ പള്ളിയുടെ മിമ്പറുകൾ ഉപയോഗപ്പെടുത്തിയത് വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂമുമാർ, ബമ്പുറം തങ്ങന്മാർ, വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി അടക്കമുള്ള ധീരദേശാഭിമാനികളായ നൂറുകണക്കിന് മഹാരഥന്മാർ, സൂഫി വര്യന്മാർ, ഉലമാക്കള്, ഉമറാക്കൾ നൽകിയ ഉജ്ജ്വലമായ ആഹ്വാനങ്ങളുണ്ടല്ലോ, ചരിത്രത്തിന്റെ ഇതളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തുഹ്ഫത്തുൽ മുജാഹിദീൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? പോരാളികൾക്ക് ഒരു സമ്മാനം എന്ന പേരിൽ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ്. ഉജ്ജ്വലമായ പോരാട്ടം നടത്താൻ, ജിഹാദിനിറങ്ങാൻ, സമരം ചെയ്യാൻ വിശ്വാസികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിചാരിച്ചെന്നറിയോ, അതെങ്ങനെയൊക്കെ നടന്നോളും കാര്യങ്ങൾ, ഞാനും എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികളൊക്കെ സേഫാണല്ലോ എന്ന് തോന്നിയിരുന്നു ഇന്നലെ വരെ. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജോലിയേക്കാൾ, നമ്മുടെ കുടുംബത്തേക്കാൾ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി സമരരംഗത്തിറക്കൽ വാജിബാണെന്ന് ഞാൻ പറയാം, ഫർള് ഐനാണെന്ന് ഞാൻ പറയാം. ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഇക്കാര്യം വളരെ ഗൗരവത്തോടുകൂടി എൻ്റെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ മറ്റൊരു പാർട്ടുണ്ട്, അതുകൂടി സൂചിപ്പിക്കുക. മറ്റൊരു പാർട്ട് എന്താണെന്നറിയോ? അല്ലാഹു തആല ഖുർആനിൽ ഈ ജിഹാദിനെ സംബന്ധിച്ച്, ഈ പോരാട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ, അല്ല 99% സ്ഥലങ്ങളിലും, 1-2 സ്ഥലം ഒഴിച്ച് ബാക്കിയൊക്കെ സ്ഥലങ്ങളിൽ അല്ലാഹ് പറഞ്ഞത് ബി അംവാലിഹിം വ അൻഫുസിഹിം എന്നാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും. ഒരിടത്ത് മാത്രമല്ല ആദ്യം ശരീരം പറഞ്ഞുള്ളൂ. ആദ്യം ശരീരം, പിന്നെ സമ്പത്ത്. ഇത് രണ്ടും വേണം. ചില ആളുകൾക്ക് ശരീരം കൊടുക്കാൻ വലിയ റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ധൈര്യം ഉണ്ടായാൽ മതി. ശരീരം കൊടുക്കാൻ കുറച്ച് ധൈര്യം ഉണ്ടായാൽ മതി. അതിനേക്കാൾ ഭാരമാണ് ഒരുപക്ഷെ പോക്കറ്റിൽ നിന്ന് കണ്ട് എടുത്തു കൊടുക്കല്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ സമരം ചെയ്യണം, സമ്പത്ത് ചെലവഴിക്കണം. ഈ കാലഘട്ടത്തിൽ എന്താണോ പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത് അത് നൽകാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് വൈജ്ഞാനിക രംഗത്ത് ഉന്നതമായ കുതിച്ചു ചാട്ടം നമ്മൾ നടത്തിയേ പറ്റൂ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിങ്ങൾക്കറിയാം 75 വർഷമായി ശാന്തപുരം അൽ ഇസ്ലാമിയ കോളേജ് പ്രവർത്തിക്കുന്നു. വലിയ വൈജ്ഞാനിക പോരാട്ടമാണ് അത്. ഇതാ പുതിയ ഒരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾക്ക് അറിഞ്ഞു കാണും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് അതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.
നമുക്ക് നിയമ പോരാട്ട രംഗത്ത് ജുഡീഷ്യറിയിൽ വളരെ പരിമിതമായ അംഗസംഖ്യയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും താഴ്ന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു പരിമിതി വലിയ അളവിൽ നമ്മളിന്ന് നേരിടുകയാണ്. അതുകൊണ്ട് ഏതാനും വർഷങ്ങൾ കൊണ്ടത് മറികടക്കണം. ജുഡീഷ്യറിയാണ് ഇനിയിപ്പോൾ അവസാനത്തെ അത്താണി. ജുഡീഷ്യറിയുടെ മുന്നിൽ എവിഡൻസ്, തെളിവുകളാണ് പ്രധാനം. അതുകൊണ്ട് ആ തെളിവുകളായി നിരത്താൻ പ്രാപ്തിയുള്ള നല്ല പ്രഗത്ഭരായ ആളുകളെ വളർത്തി കൊണ്ടുവരൽ ഇപ്പോഴും നമ്മൾ കുറേ ഡിലേ ആയിട്ടുണ്ട്. വലിയ ശ്രമമാണ്. അതിൻ്റെ ഭാഗമായി വലിയൊരു പ്രൊജക്റ്റ്, അതിന് ഭാഗം മാത്രമല്ല വിവിധ രംഗങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഒരു 50 ഏക്കർ സ്ഥലം വലിയ ഒരു നോളജ് വേൾഡിന് വേണ്ടി വാങ്ങിച്ചു കഴിഞ്ഞു. അതിലിപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ലോ കോളേജ് അത് അംഗീകാരം കിട്ടി. അതിപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ്. 2 ദിവസം കൊണ്ട്, ഇന്നും നാളെയുമായി 2 ദിവസം കൊണ്ട് വലിയൊരു ഫണ്ട് കണ്ടെത്തണം. 30,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. ഇതൊരു ജിഹാദല്ലേ? 30,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ഉണ്ടാക്കാൻ 7 ലക്ഷം രൂപ ഇന്നും നാളെയുമായി കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കണം. ഇതൊരു നിർണായക ഘട്ടമാണ്. ചെറിയ തുണ്ടൊന്നല്ല, വലിയ അളവിൽ തന്നെ നാളെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ നീക്കുന്ന ഒരു ജിഹാദാണ് ഇത് എന്ന നിയ്യത്തോടു കൂടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു റസൂലിന്റെ അരിമ ശിഷ്യനാണ്. 16 17 വയസ്സ് മാത്രം പ്രായമുള്ള, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു +2 +1 വിദ്യാർത്ഥി. ആ പ്രായത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് റസൂല് ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ ചെറുപ്പക്കാരനായ സഹാബിയാണ് മദീനയിലെ ഇസ്ലാമിന്റെ കളമൊരുക്കിയത്. വലിയ വലിയ ഗുണ്ടകൾ പലപ്പോഴും കടന്നു വന്നു ക്ലാസ് അലങ്കോലപ്പെടുത്താൻ, ഈ സദസ്സിനെ തകർക്കാൻ, ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ. അപ്പോഴൊന്നും തളരാതെ പിടിച്ചു നിന്ന വലിയ ഒരു മുന്നേറ്റം നടത്തിയ സഹാബിയാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ഉഹദിന്റെ രണാങ്കണത്തിലാണ് രക്തസാക്ഷിയാകുന്നത്. അദ്ദേഹം മക്കക്കാരനാണ്, മുഹാജിറാണ്, വലിയ തറവാട്ടുകാരനാണ്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലാണ് മുസ്അബ് തങ്ങൾ ജനിക്കുന്നത്. സ്വന്തം ഉമ്മയുടെ മതിൽക്കെട്ടുകൾ പോലും ഭേദിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. എങ്ങാനും ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ചരിത്രത്തിൽ കാണാം, ആളുകൾ പറയും ഇതിലെ മുസ്അബ് പോയിട്ടുണ്ട്. മിനിറ്റുകൾക്ക് ശേഷം ആളുകൾ പറയും മുസ്അബ് ഇതിൽ യാത്ര ചെയ്യാൻ സാധ്യത ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പൂശിയ അത്തറിന്റെ പരിമളം ആ വഴിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അത്ര വിലപിടിപ്പുള്ള അത്തർ പോലും ഉപയോഗിച്ചിരുന്ന, വസ്ത്രം ഉപയോഗിച്ചിരുന്ന, ആർഭാട ജീവിതം നയിച്ചിരുന്ന മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ സർവ്വതും തന്റെ ജീവിതം തന്നെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു. അവസാനം നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞ ഏതാനും ചില സന്ദർഭങ്ങളുണ്ട് ചരിത്രത്തിൽ. റസൂൽ എപ്പോഴും പൊട്ടിക്കരയാറില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞു പോയ ഒരു രംഗമാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ജനാസ കണ്ട സന്ദർഭം. ആ ജനാസ കണ്ടപ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ അത് വല്ലാത്തൊരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു കയ്യറ്റ് പോകുന്നു. അദ്ദേഹം ഒരു കൊടി പിടിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ പതാക 3 പതാകയിൽ ബദറിലേക്ക് പുറപ്പെടുമ്പോ 3 പതാക ഉണ്ടായിരുന്നു. ആ 3 പതാകയിൽ ഒരു പതാക മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ കയ്യിലാണ്. ആ കയ്യാണ് വെട്ടിമാറ്റിയത്. ഉടനെ ഇടത്തെ കയ്യിലേക്കും അങ്ങനെ പതാക ഇടത്തെ കയ്യും മുറിച്ച് മാറ്റപ്പെട്ടപ്പോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ പടഞ്ഞു വീഴുന്ന മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ആ ചേതനയറ്റ ഷഹീദായി കിടക്കുന്ന മഹാനവരുടെ ശരീരം കണ്ട് സഹാബത്ത് അദ്ദേഹത്തിന്റെ ജനാസ കഫൻ ചെയ്യാൻ നോക്കുമ്പോ തുണി തികയുന്നില്ല. ഉള്ള തുണി കൊണ്ട് കാല് മറച്ചാൽ തല പുറത്താണ്, തലയുടെ ഭാഗം മറച്ചാൽ കാല് പുറത്താണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം റസൂല് പറഞ്ഞു, കാലിന്റെ ഭാഗം പുല്ല് വെച്ച് കഫൻ ചെയ്യുക. അങ്ങനെ പുല്ലുകൾ പറിച്ച് കഫൻ ചെയ്യപ്പെട്ട മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോ അവിടുന്നൊക്കെ ജീവൻ നൽകി, നല്ല സമയം, ജീവിതത്തിലെ തുടിക്കുന്ന പ്രായം പോലും ഈ ആദർശത്തിന് വേണ്ടി സമർപ്പിച്ച മുസ്അബ് ഇബ്നു തങ്ങളെ നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ആ ഖബറുണ്ടല്ലോ, ആ ഖബർ ഇങ്ങനെ നമുക്ക് മദീനയിൽ പോയാൽ, ഉഹദിന്റെ ഭൂമിയിൽ പോയാൽ ആ ഖബർ നേരിട്ട് കാണാൻ കഴിയും. കുറച്ച് അകലെ നിന്നാണെങ്കിലും കാണാൻ പറ്റും. ആ ഖബർ ഇങ്ങനെ നേരിൽ കാണുമ്പോൾ പോലും നമുക്ക് വല്ലാത്തൊരു രോമാഞ്ചമാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളോടൊപ്പം നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, അവിടെ നിന്നൊക്കെ കെട്ടിപ്പടുത്ത ഈ ദീനിന്റെ ഭാഗമാകാൻ ഈ കാലഘട്ടത്തിൽ വാളെടുക്കാൻ നമ്മോടാരും പറഞ്ഞിട്ടില്ല, തോക്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട ജിഹാദ് അംവാലിക്കും അൻഫുസിക്കും എന്നതില് അംവാല് കൊണ്ടുള്ള ജിഹാദിന് വലിയ പ്രാധാന്യം നൽകണം, സമ്പത്ത് ചെലവഴിക്കണം. ഈ വിധത്തിലുള്ള വൈജ്ഞാനികമായ വിപ്ലവം ഇനിയും നമ്മൾ ശങ്കിച്ചു നിന്നാൽ, നമ്മൾ മടിച്ചു നിന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊക്കെ മുമ്പൊക്കെ ഉത്തരേന്ത്യയിലല്ലേ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കായിരുന്നു. ആ കാലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ആയത്തുണ്ട്, അതിനർത്ഥം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, സൂറത്തു സഫ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫ്. ആ സൂറത്തു സഫിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാൻ നിങ്ങൾക്കൊരു ബിസിനസ് പറഞ്ഞു തരട്ടെയോ? അല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ എത്ര ആളുകളാ കയറിയിറങ്ങി, നല്ല സംരംഭമാണ്, ചേർന്നോളൂ, നല്ല ലാഭമാണ്, കുട്ടികളെ കെട്ടിക്കാം, കുട്ടികളെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, നല്ല ബിസിനസ്സാണ്. എത്രയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ. അല്ലാഹ് പറയാ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം, ഒരു ബിസിനസ്, തിജാറ, ഞാൻ അറിയിച്ചു തരട്ടെയോ? ഈ തിജാറത്തിന്റെ പ്രത്യേകത എന്താ? തുഞ്ചീകും മിൻ അദാബിൻ അലീം. ഈ കച്ചവടത്തിൽ നിങ്ങൾ പങ്കാളിയായാൽ നാളെ വരാനിരിക്കുന്ന വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പാണ്, ഈ കച്ചവടം മുഖേന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതാ ബിസിനസ്? തുഅ്മിനൂന ബില്ലാഹ്, ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കണേ. വറസൂലിഹി, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ പോരാ, അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കണേ. തീർന്നില്ല. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, വിശ്വാസം മാത്രമല്ല മുഅ്മിനീങ്ങളെ, ദീൻ എന്ന് പറയുന്നത് ആ എന്താണോ വിശ്വസിച്ചത്, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ അല്ലാഹ് എന്താണോ പറഞ്ഞത്, റസൂലിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ റസൂൽ എന്താണോ പറഞ്ഞത് ആ തീരുമാനം അനുസരിച്ച് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ ജിഹാദ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ചെയ്യണം. വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യണം. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഏറ്റവും നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, യഗ്ഫിർ ലക്കും, ഇത് ചെയ്താൽ വേറെ ഗുണം എന്താ അറിയാം? യഗ്ഫിർ ലക്കും, നിങ്ങളിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. വയുദ്ഖിൽക്കും, അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടി ആറുകൾ ഒഴുകുന്ന സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ ഇവിടന്തോ ക്ലേശം സാരമില്ല നിന്നില്. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കിട്ടുമെങ്കിൽ പിന്നെ ഇവിടെ ഒരല്പം സഹിച്ചാലെന്താ, ക്ഷമിച്ചാലെന്താ? അതല്ലേ മഹാന്മാരായ സഹാബത്തൊക്കെ സ്വപ്നം കണ്ടത്, അതല്ലേ അവര് ജീവനും സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ തബൂക്ക് യുദ്ധത്തെ സംബന്ധിച്ച്. ആ തബൂക്ക് യുദ്ധത്തിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയത് ഉസ്മാൻ അൽ ഖനി. ഉസ്മാൻ അൽ ഖനി എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചത് ഉസ്മാൻ അൽ ഖനി എന്നാണ്. ഖനി എന്ന് പറഞ്ഞാൽ റിച്ച് എന്നാണ് അർത്ഥം, സമ്പന്നനായ മുതലാളിയായ ഉസ്മാൻ. ആ ഉസ്മാൻ റളിയല്ലാഹു തആല ഒരുപാട് സമ്പത്ത് കൊടുത്തു. അതിൽ ഒരു സമ്പത്ത് എന്താ അറിയോ? ഒരു വിഹിതം എന്ന് പറയുന്നത് 100 ഒട്ടകമായിരുന്നു. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BMW പോലും പോരാ. 300 BMW ഒരാൾ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞു, ഇപ്പൊ കൊടുത്തു, എങ്ങനെ ഉണ്ടാവും? അതൊന്നുമല്ല, അതിനപ്പുറമാണ്. അന്ന് 300 ഒട്ടകം കൊടുക്കുക, പിന്നെയും വേറെ ഒരുപാട് കൊടുത്തു. കാരണം അത്രയൊക്കെ കൊടുക്കണോ? സാഹചര്യം അതായിരുന്നു. ഇനി നമുക്ക് നിലനിൽപ്പില്ല, കള്ളിയില്ല മോമിനിങ്ങളെ. നമുക്ക് മരിക്കണ്ടേ? നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അവരോട് നമുക്ക് നന്ദി വേണ്ടേ? അടുത്ത തലമുറയോട് നമുക്ക് സമാധാനം പറയണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി. ആടിയും പാടിയും അർമാദിച്ചും തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയോ? നമുക്ക് നാളെ അടുത്ത തലമുറ നമ്മ പരലോകത്ത് വെച്ച് കോളറിൽ പിടിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കണ്ടേ? അതുകൊണ്ട് ഈ ഒരു സംരംഭം, ഞാനിപ്പോൾ ഈ പറഞ്ഞ സംരംഭം വളരെ നിർണായകമായ ഒന്നാണ്. 2 ദിവസം കൊണ്ട് 7 കോടി രൂപ
എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞോളി, മനസ്സിൽ പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ നൽകിയിരിക്കും. അതങ്ങനെ നൽകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ ഇദാ മാതൽ ഇൻസാനു ഇൻ ഖതഅ അമലു, ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾ ആ അമലൊക്കെ മുറിഞ്ഞു പോയി, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ. 2 കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല. ആദ്യം പറഞ്ഞത് സ്വതക്കത്തിൻ ജാരിയ, ഒഴുകുന്ന സ്വതക്കയാണ്. ജാരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒഴുകുന്ന സ്വതക്ക, നിലക്കാത്ത പ്രവാഹമായി നമ്മൾ സ്വതക്ക നൽകിയാൽ പള്ളിക്ക് ഇന്ന സംഗതികൾ, ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ വരെ നിന്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഒരു വിഹിതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നുമില്ലാത്തവൻ എന്താണോ കയ്യിലുള്ളത് കൊടുക്കണം. ഭക്ഷണം കഴിക്കാറില്ലേ, മീൻ വാങ്ങാറില്ലേ, ഇറച്ചി വാങ്ങാറില്ലേ, ചോക്ലേറ്റ് വാങ്ങാറില്ലേ, ഐസ്ക്രീം വാങ്ങുന്നില്ലേ, എല്ലാ പാർട്ടിയും പരിപാടിയൊക്കെ നടക്കുന്നില്ല, അതുപോലെ എങ്കിലും ഒന്നുമില്ലാത്തവൻ ഉള്ളവൻ ധാരാളം കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിൽ കൂട്ടായി നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ തേട്ടമനുസരിച്ച് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ശക്തമായി പോരാടുന്ന, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണേ അല്ലാഹ്, എല്ലാ തെറ്റുകളും പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെ ജുമുഅ നീ സ്വീകരിക്കണേ റഹ്മാനേ, ജുമുഅ നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇക്കാലഘട്ടത്തിൽ നിന്റെ ദീന് ആവശ്യപ്പെടുന്ന ഏതൊരു സമരമാണോ ആ സമരത്തിൻ്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശരീരം സമ്പത്തും ചെലവഴിക്കാനുള്ള വിശാലമായ മനസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين.